ഇപ്പോൾ കുറച്ച് മാങ്ങ ഇത്രയും നല്ല ഭാഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ചതച്ചത്, പച്ചമുളക് എല്ലാം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചേർക്കുന്നത് കുറച്ച് ശർക്കരയാണ് കേട്ടോ. കുറച്ച് ശർക്കര ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് മാമ്പഴ പുളിശ്ശേരി. നാവും തെറ്റിപ്പോയി. പുളിരസം പറയുമ്പോൾ നമ്മുടെ നാവ് തെറ്റിപ്പോകില്ല. അപ്പോൾ നാവും തെറ്റിപ്പോയി. അപ്പോൾ അതേ ഇത് നല്ലോണം ഒന്ന് ഞെരടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചിട്ട് ഇതിലേക്ക് തൈര് ചേർക്കാനുള്ളേ. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. നല്ലോണം ഇത് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ അതേ നമ്മുടെ മാമ്പഴം നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. തൈര് നല്ല ബീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മാത്രം ഇട്ടിട്ടുണ്ട്. സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി മുളക് പൊടി ഇടണം. കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ പച്ചമുളക് ഓൾറെഡി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുളക് പൊടി ആവശ്യമുള്ളവർക്ക് ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ. കരിഞ്ഞു കൊണ്ടാണ് ഓഫ് ചെയ്തിട്ട് ചേർത്തത്. മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അതേ തൈര് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക്.